നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാമിനെ യമാൽ മിന്നും പ്രകടനം നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. യെസ്, ഹൻസി ഫ്ലിക്ക് ഹാപ്പിയാണെന്നാണ് പറയുന്നത്. ഇന്നലെ ടീം 3-5 റയൽ ബെറ്റീസിനെ പരാജയപ്പെടുത്തുമ്പോൾ യമാലിൻ്റെ വക ഗോളുണ്ടായിരുന്നു. പെനാൽറ്റിയിലൂടെ അദ്ദേഹം ഗോൾ കണ്ടെത്തി. യമാൽ ഇടക്കൊന്ന് മങ്ങിപ്പോയെങ്കിലും വീണ്ടും അദ്ദേഹത്തിൻ്റെ മികവ് തിരികെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് സുവ്യക്തമാണ്. ഇപ്പോൾ ഈ വർഷത്തെ ഈ സീസണിൽ 2025-26 സീസണിൽ ലാലിഗയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കുക. 18 വയസ്സേ താരത്തിനുള്ളൂ. 12 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് നേടിയിരിക്കുന്നത്. അതായത് 13 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ഓരോ 76 മിനിറ്റുകളിലും അവൻ്റെ വക ഗോൾ കോൺട്രിബ്യൂഷൻസ് വരുന്നു എന്നർത്ഥം. 10 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 64 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ, 105 ഡ്യുവൽസ് വിൻ ചെയ്തു. പൊളിച്ചടുക്കിയ പ്രകടനമാണ് എന്നത് ഈ കണക്കുകൾ തന്നെ സാക്ഷ്യം. ഇന്നലത്തെ കളിക്ക് ശേഷം ഹൻസി ഫ്ലിക്ക് പറഞ്ഞതുകൂടി നമ്മൾ കേൾക്കണം. അദ്ദേഹം പറയുന്നു, ലാമിൻ യമാലിൽ നിന്ന് ഞാൻ കണ്ടതൊക്കെ വളരെ മികച്ചതായിരുന്നു. അവൻ്റെ കണക്ഷൻ, റൂണിയുമായിട്ടുള്ള കണക്ഷൻ വളരെ നല്ലതായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷനാണ്. ഹി വാസ് അമേസിങ് എന്ന് ഹൻസി ഫ്ലിക്ക് പറയുന്നു. ഏതായാലും കുറച്ച് ട്രബിൾ ഉള്ള ഘട്ടത്തിലൂടെ കടന്നുപോയതിന് ശേഷം യമാൽ വീണ്ടും വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ്. അദ്ദേഹത്തിൽ തന്നെയാണ് ബാഴ്സലോണയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. അടുത്ത വേൾഡ് കപ്പിൽ സ്പെയിനിനും അവനിൽ വലിയ പ്രതീക്ഷയുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.